ഗുഡ് ഈവനിങ് ഗൈസ്. ഒരു ഈവനിങ് വ്ളോഗിലാണ്. ഞാൻ ഇപ്പോൾ ഉറങ്ങി എഴുന്നേറ്റതേ ഉള്ളൂ ഗൈസ്. അപ്പോഴാണ് ഒരു കോള് തന്നെ ചേച്ചി ചിക്കു ബേബി വരുന്നുണ്ട്, അവളെ കൂട്ടാൻ പോകണം. ഓക്കെ ബൈ. ഇവിടെയാണ് ബസ് വരിക. ഇപ്പോൾ ഇവിടെ പോകണം കൂട്ടാൻ. 4:15 വണ്ടി വരാനായിട്ട്. ഒരുപാട് നൊസ്റ്റാൾജിയ ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ നാട്. പണ്ട് എന്താ പറയുക, ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓണപ്പരിപാടികളൊക്കെ നടക്കുന്ന ഈ ഒരു റോഡും ഈ ഒരു പരിസരത്തൊക്കെ ആയിരുന്നു. ഈ കുളത്തിലാണ് ഞങ്ങൾ നീന്തം പഠിച്ചത്. എനിക്കൊന്ന് മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടെന്നോ. കുളമൊക്കെ മോശമായി, ഇപ്പം ആകെ വൃത്തിയുടെ. ഒരു വൈകുന്നേര സമയമായാലും ഇവിടെ ഇങ്ങനെ അടിയായിരുന്നു. ലൈക്ക് പിന്നെ നമ്മൾ കുളിക്കാൻ വരലും അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല, മോശമായി. അതുകൊണ്ട് ഈ ഒരു തെങ്ങ് കണ്ടോ ഗൈസ്, ആ തെങ്ങിൻ്റെ പകുതി വരെ കയറിയിട്ട് വെള്ളത്തിലേക്ക് തുള്ളുമായിരുന്നു ചേട്ടന്മാർ, ചാടുമായിരുന്നു. പിന്നെ ആ ഒരു ഇതിൻ്റെ മുകളിൽ അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര ഒരു മെമ്മറീസുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെ നമ്മളിങ്ങനെ ഇരിക്കും, അവിടെ നീന്തും. അങ്ങനെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മത്സരം വയ്ക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. അഞ്ജന അടിപൊളിയായിരുന്നു. അത് അഞ്ജന ഉണ്ടോ ഈ തട്ടിൽ നിന്നൊക്കെ താഴോട്ടേക്ക് തുള്ളാറുണ്ട്, ചാടും. അങ്ങനെ പിന്നെ എന്താണ് ഗൈസ്, അപ്പോൾ ചിക്കു ബേബി വരുന്നേ ഉള്ളൂ. ചിക്കു ബേബീനോട് ഇപ്പം കൂട്ടാൻ പോകണം. ഇപ്പം ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു ഗൈസ്. നല്ല ഉറക്കം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പോലും, എന്താ പറയുക, ഉറക്കം എഴുന്നേറ്റിട്ട് എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല. അപ്പം 4:15 വണ്ടി വരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞു ഈവനിങ്. അതാണ് ഓടിയതാണ്. എനിക്ക് എന്തൊക്കെയോ ഒരു പോലെയുണ്ട്. ചിക്കു ബേബി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ജനിച്ചപ്പം മുതൽ എനിക്ക് എൻ്റെ നാട്ടിൽ കുറച്ച് കുട്ടികളുണ്ട്. അങ്ങനെ എനിക്ക് മക്കളെ ഫീലാണ് അവരുടെ അടുത്ത്. ജനിച്ചപ്പോൾ മുതലേ നമ്മൾ കാണുന്നില്ലേ, എപ്പോൾ എവിടെയെങ്കിലും പോയി ഒരു സാധനങ്ങൾ കണ്ട് അത് ചിക്കുവിന് വാങ്ങിക്കൊടുക്കാം, അങ്ങനെ കുറച്ച് കുട്ടികളുണ്ട്, വാങ്ങിക്കൊടുക്കാം, അങ്ങനെ തോന്നും. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഉണ്ടോ ഗൈസ് അങ്ങനെ നാട്ടിലും വീട്ടിൻ്റെ അടുത്തുള്ള ചെറിയ ചെറിയ കുട്ടികൾ നിങ്ങളുടെ മക്കളെ പോലെ ഫീൽ ചെയ്യുന്നു? ഓക്കെ, വേറെ എന്താണ് ഗൈസ്? ഞാനൊരു സംഭവം ഇപ്പോൾ കണ്ട് ഗൈസ്. കണ്ടോ, ഇവിടെ ആരോ ഉണ്ട്. അവിടെയുള്ള ആരോ ആണ്, ഞാൻ നേരത്തെ കണ്ടിട്ടില്ല. നോക്കട്ടെ. ഇപ്പോൾ അല്ലേ, ഞാൻ പറയാം, ചെറുപ്പകാലത്തെ ഒരുപാട് ഓർമ്മകളുള്ള ഒരു സ്ഥലമാണിതെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചാൽ എനിക്കൊരു തരം ഒരു മടുപ്പൊക്കെയാണ്. നാട്ടുകാർ എന്തോ, അത് ചില ആളുകളത് അഹങ്കാരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുമെങ്കിലും ഒരു തരം മടുപ്പ് അത് പല ആളുകളുടെയും എന്താ പറയുക, ഞാനൊന്നും പറയുന്നില്ല. അങ്ങനെ ചിലതൊക്കെ നമ്മൾ അറിവും തിരിച്ചറിവൊക്കെ തിരിച്ചറിവ് വരുമ്പോൾ എന്നാൽ തോന്നുന്നു ആളുകളൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്നതൊന്നും തിരിച്ചല്ല, ആ രീതിയിലല്ല എടുക്കുന്നതെന്നുള്ള രീതിയിൽ അറിയുമ്പോൾ ഉള്ളൊരു തരം മടുപ്പ്. ആളുകളെ പറ്റി എൻ്റെ നാടിനെ പറ്റി പറയുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരു ഐക്യമില്ലാത്ത സ്ഥലം കേട്ടോ. അത് ഞാൻ അഭിമാനത്തോട് പറയുന്നു. എന്തെങ്കിലും ശരിയാവുമായിരിക്കും. ഇത് സാമൂഹ്യ പഠനം, ഇത് സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. അതായത് നമ്മളുടെ ഈ ട്രൈബൽ ഏരിയയിലൊക്കെ ഒരു ട്യൂഷൻ സെൻറ്റർ പോലെ ഗവൺമെൻറ് ഫ്രീ ആയിട്ടൊരു ഫെസിലിറ്റേറ്റർ വെക്കും. ഞാൻ കുറച്ച് നാൾ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, ചേച്ചിക്ക് പകരമൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഇനി ഇതൊക്കെ കഴിഞ്ഞ് ചിലപ്പം ആ ഒരു വഴിയിലേക്കൊക്കെ നോക്കണം. ഇവിടെ ഗൈസ് മൈ ചേച്ചി ഉണ്ട് ഗൈസ്. ഇപ്പുറത്ത് നിൽക്കണ്ടേ ഗൈസ്, വരുന്നുണ്ട് ഗൈസ് വരുന്നുണ്ട്. എന്തുപോലെ ഉണ്ട് എൻ്റെ കോല, ഞാൻ നോക്കിയിട്ട് പോലും ഇല്ല. അന്നിപ്പോൾ വരും. 3 ആൾക്കാരുണ്ടല്ലേ. വെച്ചിട്ട് വന്നിട്ടില്ല. ചിക്കുട്ടി ഗുഡ് ഈവനിങ് പറ. എനിക്കവിടെ ട്യൂഷൻ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞില്ല, ഞാൻ വിളിച്ചു ചോട്ടെ കേട്ടോ. രാജകുമാരൻ വരുന്നുണ്ട്. അയ്യോ, അത് നമ്മളെ വാവയല്ലേ അവിടെ, ഇവനൊക്കെ വലുതായിപ്പോയി.
ലച്ചു ബേബുയല്ല ഹായ് പറ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനൊരു തിരിച്ചു വരികയാണ് ഇങ്ങനൊരു സമ്പ്രദായമുണ്ട്. അതായത് ഇത് കുരുമുളകിൻ്റെ ആ ഒരു തണ്ട് വേസ്റ്റ് ഭാഗമാണ്. ഇതിങ്ങനെ ആളുകളിങ്ങനെ റോഡുമിൽ അല്ല ഇങ്ങനെ വഴികളിൽ ഇങ്ങനെ ഇടും. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുണ്ടോ എന്ന് പറയണേ. ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ, ഉണ്ടോ വഴിയിലൊക്കെ. അത് വിളവെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കുരുവൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആളുകൾ അതിനെ വഴിയിൽ റോഡ് സൈഡിൽ റോഡുമിലൊക്കെ ഇങ്ങനെ ഇടും. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് അടുത്ത പ്രാവശ്യം നല്ല വിളവ് കിട്ടുമെന്നുള്ള രീതിയിലാണ്. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടോ ഗൈസ്? എൻ്റെ വീട് കാണുന്നുണ്ടോ ഗൈസ്? അതാണ് ഗൈസിൻ്റെ വീട്. ഓക്കെ ബൈ.